السلام عليكم ورحمة الله. السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മളേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമസ്കാരം ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം. ആ നമസ്കാരം എങ്ങനെ ആസ്വദിച്ച് നിസ്കരിക്കാം എന്ന വിഷയമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ പറഞ്ഞത് നിസ്കാരം നമുക്ക് ആസ്വാദ്യകരമാക്കണമെങ്കിൽ നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങൾ മനഃശാന്തി, അതുപോലെ തന്നെ സമ്പന്നതയിലെ മിതത്വം, അതുപോലെ തന്നെ ഫഹ്ശായിൽ നിന്നും മുൻകറിൽ നിന്നും മാറി നിൽക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്സാണ്. ഇതെല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നമസ്കാരത്തിന് വേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പ്രധാനമായും ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഹുദൂറുൽ ഖൽബ്, പ്രസൻസ് ഓഫ് ദി ഹേർട്ട്, ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനമാണ്. ഹൃദയ സാന്നിധ്യം ഇല്ലാത്ത നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. നമ്മളിൽ അധിക ആളുകളും ഹൃദയ സാന്നിധ്യം ഇല്ലാതെ നിസ്കരിക്കുന്നവരാണ്. ഇപ്പം മഗ്‌രിബ് നിസ്കരിച്ചതിനെ കുറിച്ച് നമ്മളൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി. മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ ആലോചനകൾ വന്നിട്ടുണ്ട്. റുക്കുവും സുജൂദും എഴ്തിദാലും തശഹുദുമെല്ലാം കേവലം ഒരു യാന്ത്രികമായ മാറിമറിച്ചിലായി മാറിക്കഴിഞ്ഞു. റകഅത്ത് എത്രയായി എന്ന് പോലും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കാൻ മാത്രം ഒരു പിശാചുണ്ട്. നിസ്കരിക്കാൻ കഴിയട്ടെ അവൻ വരും, കച്ചവടത്തിൻ്റെ കണക്കുമായിട്ട് വരും, കുടുംബ പ്രശ്നമായിട്ട് വരും, ഓർമ്മയില്ലാത്ത പല സംഗതികളും നിസ്കാരത്തിൽ നമുക്ക് ഓർമ്മയിലേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 11 കാര്യങ്ങളാണ്. നമുക്കെങ്ങനെ ഹൃദയത്തിൽ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാം, നിസ്കാരത്തിൽ ഹൃദയത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ സംബന്ധിച്ച് 11 കാര്യങ്ങൾ, 11 ടിപ്സാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇത് ടിപ്സ് എൻ്റെ അഭിപ്രായ പ്രകാരമുള്ളതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം, നമ്മുടെ പണ്ഡിതന്മാരുടെ ക്ലാസ് പ്രകാരമുള്ള 11 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും മുന്നിൽ ഉണ്ടാവാതിരിക്കുക എന്നതാണ്. നമ്മൾ കടയിൽ പോയിട്ട് മുസല്ല പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് പ്ലെയിൻ മുസല്ല വാങ്ങിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ ഈ മുസല്ല, ഡിസൈനുള്ള മുസല്ല വാങ്ങിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ആ മുസല്ല വിരിച്ചിട്ട് നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ മുസല്ലയിലെ പൂവ് നമ്മൾ എണ്ണും. നീ കാബ ഉണ്ടെങ്കിൽ, മുസല്ലയിൽ കാബ ഉണ്ടെങ്കിൽ ആ കാബൻ്റെ മേലുള്ള വരയും താഴെയുള്ള വരയൊക്കെ നമ്മൾ നോക്കുന്നില്ല, നമ്മളെ കൊണ്ട് നോക്കിപ്പിക്കും, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും, നമ്മളെ കൊണ്ട് എണ്ണിപ്പിക്കും. കാരണം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ആ സെക്കൻഡിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം മറ്റോ. അപ്പോൾ ആ ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണവിടെ ഉടക്കും, പ്രശ്നമാണ്. പള്ളിയിലേക്ക് കാർപ്പറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും പരമാവധി പ്ലെയിൻ കാർപ്പറ്റ്, അതായത് പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്ത പ്ലെയിൻ കാർപ്പറ്റുകളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പള്ളികളിലെ മതിലുകളിൽ ടൈലിടുന്നുണ്ടെങ്കിൽ, മാർബിൾ ഇടുന്നുണ്ടെങ്കിലൊക്കെ, നമ്മുടെ വീട്ടിലെ നിസ്കാര മുറിയിലായാലും ടൈലും മാർബിളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പരമാവധി നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാത്ത അവസ്ഥയിലായിരിക്കണം. അല്ലെങ്കിൽ വേറെ ഒരു സമയത്തും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത പല ഡിസൈനുകളും നിസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും, പല കാര്യങ്ങളും പെടും. കുറേ പൂന്തോട്ടങ്ങളുണ്ടാവും, വലിയ പർവ്വതങ്ങൾ കാണും, കുറേ പറവകളെ കാണും, മൃഗങ്ങളെ കാണും, മനുഷ്യന്മാരെ കാണും, ശൈത്താനെ കാണും, പ്രേതത്തിനെ കാണും. ഇതൊക്കെ നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മുടെ ശ്രദ്ധയെ തെറ്റിക്കുന്ന ഒന്നും നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടാവാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, ആ കർട്ടൻ അവിടുന്ന് മാറ്റണം. എന്താ കാര്യം? എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ശ്രദ്ധ തെറ്റിച്ചു. ആരാ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ പോലും നിസ്കാരത്തിൽ തെറ്റിയ ഒരു കർട്ടൻ കാരണം പിന്നെ നമ്മുടെ അവസ്ഥ പറയണോ? എന്തെങ്കിലും മുന്നിലുണ്ടെങ്കിൽ എത്രമാത്രം നമ്മുടെ ശ്രദ്ധ തെറ്റും, എത്രമാത്രം നമ്മുടെ മനസാന്നിധ്യം നശിച്ചു പോകും. അതുകൊണ്ട് നിസ്കാര സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും ശ്രദ്ധ തെറ്റുന്ന ഒന്നും തന്നെ മുന്നിൽ ഉണ്ടാകാൻ അനുവദിക്കരുത്. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ഫോൺ എടുത്തിട്ട് മുന്നിൽ ഇങ്ങോട്ട് വെക്കും. ഫോൺ എടുത്ത് മുന്നിൽ ഇങ്ങോട്ട് വെച്ച് ആരെങ്കിലും കോൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കും, ആരാണ് ആ വിളിക്കുന്നത്? നിസ്കാരത്തിൽ നോക്കുന്ന പരിപാടി പല ആളുകൾക്ക് ഉള്ളതാണ്. ഇനി ഫോൺ നിങ്ങൾക്ക് വെച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അത് കമിഴ്ത്തി വെക്കുക. ഇനി കമിഴ്ത്തി വെച്ചിട്ട് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നോക്കിപ്പോ അറിയാതെ. ഏറ്റവും നല്ലത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സഫിലൊക്കെ ആണെങ്കിൽ മിമ്പറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കാണാത്തെടുത്തോ വെക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ ശൈത്താനാണ്. ഇപ്പം നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്നൊന്നും മുന്നിൽ ഇല്ലാതിരിക്കുക, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വസ്ത്രം ധരിക്കുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക. നിങ്ങളെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തെറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കാതിരിക്കുക. ഇന്നത്തെ വസ്ത്രത്തിൻ്റെ കഥ നമുക്ക് അറിയുന്നതല്ലേ. ഇവിടെ ഇന്നിപ്പം മരുപുസ്കരിക്കുമ്പോൾ ആള് പറയാതെ നമുക്ക് പറയാം, ഇപ്പം മരുപുസ്കരിക്കുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് എന്ത് കാഴ്ചയാണ് കാണേണ്ടി വരിക എന്നുള്ളത്. പാൻറ് ഇങ്ങോട്ട് താണിട്ട് അടിവസ്ത്രം വളരെ വ്യക്തമായിട്ട് കാണും. ആ അടിവസ്ത്രത്തിൻ്റെ ബ്രാൻഡ് നെയിം ഏതാണെന്ന് വരെ വായിച്ചെടുക്കാൻ പറ്റും. ആ രൂപത്തിലുള്ള വസ്ത്രധാരണം വലിയ തെറ്റാണത്, വലിയ അബദ്ധമാണത്. കാരണം ഒന്നാമത് നമ്മുടെ പിറകിൽ നിന്ന് ഇഖ്ലാസോടെ നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, നീ സുജൂദിലേക്ക് പോകുമ്പോൾ നിന്റെ അടിവസ്ത്രം കാണേണ്ട അവസ്ഥ ബാക്കിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അബദ്ധമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നിസ്കരിക്കാൻ വരുമ്പോൾ കാണാം പിറകിൽ ഇങ്ങനെ വലിയ ലേഖനം എഴുതി വെച്ചിട്ടുണ്ടാവും, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടാവും. ബാക്കിൽ നിൽക്കുന്നവൻ എന്താ പണി? ഇതിങ്ങനെ വായിച്ചു വെക്കാം. നിസ്കാരത്തിൽ ഫാത്തിഹ ഒരു ഭാഗത്ത് നോക്കുന്നുണ്ടാവും, ബാക്കുന്നത് ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ പല ഡിസൈനുള്ള ഇത് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഒരു കാര്യം ചെയ്യരുത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. എല്ലാ പള്ളികളിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കണം. ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പൊഞ്ചപ്പൻ ഡ്രസ്സൊക്കെ ഇട്ട് മറ്റുള്ളവരുടെ നിസ്കാരത്തെ മുഴുവൻ ഫസീലത്താക്കി കളയുന്ന, നിസ്കാരത്തെ മുഴുവൻ ബാത്തിലാക്കി കളയുന്ന രീതിയിലുള്ള വസ്ത്രധാരണവുമായി പള്ളിയിൽ വരാൻ വേണ്ടിയല്ല. പിന്നെ വലിബാസു തഖ്വ ദാലിക ഖൈർ. ഏറ്റവും നല്ല വസ്ത്രം ഏതാണ്? തഖ്വയുടെ വസ്ത്രമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വസ്ത്രമാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ആ കാര്യം സൂക്ഷിക്കേണ്ടതുണ്ട്. വസ്ത്രം ധരിച്ചു വരുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കുക. കൂടെ നമസ്കരിക്കുന്ന ആളുകളുടെ ശ്രദ്ധ തെറ്റിപ്പോകാത്ത തരത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം ഓരോ ആളുകളും പള്ളിയിലേക്ക് വരാൻ. അങ്ങനെ എല്ലാവരും തീരുമാനിച്ചാലേ നമ്മൾക്ക് ശ്രദ്ധ കിട്ടുള്ളൂ.
ഈ കാര്യം ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ഇഖ്ലാസോടെ നിസ്കരിച്ചാലും കണ്ണിങ്ങനെ തുറന്ന് സുജൂദിലേക്ക് നോക്കുന്ന സമയത്ത് ഓന്റെ കുപ്പായത്തൊമ്മലുള്ള എഴുത്ത് നമ്മളിങ്ങനെ വിളിക്കും, ഇങ്ങോട്ട്, ഇവിടെ നോക്ക്, ഇതൊന്ന് വായിച്ചു നോക്ക്, ഇത് വായിച്ചിട്ട് നീ ബാക്കി ചോദിക്കോ, നമ്മളിങ്ങനെ വിളിക്കും, മാടി വിളിക്കും. അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? വസ്ത്രധാരണം, മറ്റുള്ളവരുടെ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി ഇൻദ ഹദ്റത്തി തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. എന്ത്? ഭക്ഷണം കൊണ്ടുവന്നാൽ നിസ്കരിക്കാൻ പാടില്ല. ഭക്ഷണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നല്ല വിശപ്പുണ്ട്, അതിൻ്റെ ആവി ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട്, മണം വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ് ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞാൽ പാടില്ല, വിലക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താണ്? ആ സമയത്ത് ലാ സ്വലാത്ത ഇൻദ ഹദ്റത്തി തആം. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ എന്തില്ല? നിസ്കാരമില്ല. അത് ഭക്ഷണത്തെ ബഹുമാനിച്ചിട്ടല്ല. സാധാരണ നമ്മൾ എന്താണ് വിചാരിക്കുക? നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് തിന്ന. ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത്. ഭക്ഷണം കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ട് വേണം നിസ്കരിക്കാൻ. നിസ്കാരം പെട്ടെന്ന് തീർക്കേണ്ട ഒരു ബേർഡൻ അല്ല. പെട്ടെന്ന് തീർത്തിട്ട് വന്നിരുന്ന് നിസ്കാരം തന്നെ റിലാക്സേഷനാണ്. നിസ്കാരമാണ് യഥാർത്ഥത്തിൽ സമാധാനം, നിസ്കാരമാണ് യഥാർത്ഥത്തിൽ സാന്ത്വനം. ആ സാന്ത്വനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ച്, അത് ഇക്കാമത്ത് കൊടുത്താൽ പോലെ കേട്ടോ. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ പള്ളിയിൽ നിന്ന് ഇക്കാമത്ത് കൊടുത്തു, എഴുന്നേറ്റ് പോകരുത്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിന്റെ ആവശ്യം അതിൽ നിന്ന് തീർത്തിട്ട് മാത്രമേ നീ പോകാൻ പാടുള്ളൂ. ശഹവത്ത് ഉണ്ടാകാൻ പാടില്ല. നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് പ്ലേറ്റിൽ ബാക്കി വെച്ച ചോറിനെ കുറിച്ചുള്ള ചിന്ത വരാൻ പാടില്ല. ഒരു പീസ് തിന്നാൻ ബാക്കിയുണ്ടല്ലോ, പക്ഷേ അത് വെറുതെ അവിടെ വെച്ചു എന്ന ചിന്ത വരാൻ പാടില്ല. അത് മുഴുവനും കഴിച്ച് നിനക്ക് ആവശ്യമുള്ളത് കഴിച്ചിട്ട് സമാധാനത്തിൽ പോയി നിസ്കരിച്ചാൽ മതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. നമ്മിൽ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു വിഷയമാണിത്. വീട്ടിൽ എവിടെയെങ്കിലും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ വേഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒതുവെടുക്കും. അപ്പം ഭാര്യ അവിടെ മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് വരാം, ഇപ്പം നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കും. നിസ്കാരത്തിൽ ശ്രദ്ധ, വയറ് നല്ലോണം പൈക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. നിസ്കാരത്തിൽ എന്താ ചിന്ത? പുറത്തിരിക്കുന്ന ഭക്ഷണമാണ്. ചിലപ്പോൾ അത് എന്താണ് ഭക്ഷണം എന്ന് ഭാര്യ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. എന്തായിരിക്കും? പത്തിരി ആയിരിക്കോ, ചപ്പാത്തി ആയിരിക്കോ? പരലോകത്തെത്തിയിട്ട് നിസ്കാരം നോക്കുമ്പോൾ, നിസ്കാരത്തിന്റെ ഏട് തുറക്കുമ്പോൾ ഫാത്തിഹക്കും റുക്കോയിനും സുജൂദിനും പകരം പത്തിരി, ചപ്പാത്തി, കോഴി പൊരിച്ചത്, ഇറച്ചിക്കറി, ഇതെല്ലാം ഉണ്ടാവുക. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ലാ സ്വലാത്ത് ഇൻദ ഹദ്റത്തി തആം. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് സമാധാനത്തിൽ റിലാക്സ് ആയിട്ട് വേണം പോയി ഭക്ഷണം കഴിക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം എന്താണ്? മലമൂത്ര വിസർജന ശങ്കയുണ്ടെങ്കിൽ, ഒരാൾക്ക് ബാത്റൂമിൽ പോകണം, മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ കക്കൂസിലേക്ക് പോകണം, ആ ഒരു അവസ്ഥ ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യരുത്? പോയി നിസ്കരിക്കാൻ നിൽക്കരുത്. അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? മൂത്രമൊഴിക്കാൻ പോയിട്ട് നിങ്ങൾ മഗ്‌രിബ് നിസ്കാരത്തിൽ വന്ന് കൈകെട്ടിയാൽ ഇമാമ് ചിലപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുന്നുണ്ടാവുക, പക്ഷെ നിങ്ങൾക്ക് സൂറത്ത് നിസാ ഓതി തീർക്കുന്ന പോലെ ഫീലാവും. കാരണം ഈ മൂത്രശങ്കയും കൊണ്ടാണ് നിൽക്കണം. മാത്രമല്ല ഓനോട് ദേഷ്യം പിടിക്കും. ഈ ചങ്ങായി എന്താ റുക്കൂയിൽ ഇത്ര കുറേ സമയം നിൽക്കും, ഇവൻ എന്താ സുജൂദിൽ ഇത്ര കുറേ സമയം നിൽക്കുന്നു, സുജൂദിൽ ഇത്ര കുറേ ചെല്ലാണ്ട, തശഹുദിൽ കുറച്ചധികം നിന്ന് പോയാൽ ഈ ചങ്ങായി എന്താ അത്തയ്യാത്തൊരു ഇത്ര സമയം നിൽക്കും, ഇത്ര ഒന്നും ചെല്ലാനില്ലല്ലോ, ഇങ്ങനെ ദേഷ്യം പിടിക്കും. നമുക്ക് നിസ്കാരത്തിലൊരു ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുസല്ലി ഹുവ ഹാകിനുൻ ഔ ഹാഖിബ്. ഹാക്കിനും ഹാഖിബിനും നിസ്കാരമില്ല, അത് കഴിഞ്ഞിട്ടേ നിസ്കാരമുള്ളൂ. മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു റക്കാത്ത് മാത്രമേ ബാക്കിയുള്ളൂ. അധികം നമ്മളുടെ പല ആളുകളും അങ്ങനെയാണ് പള്ളിയിലേക്ക് എത്തുക, ഒറ്റ റക്കാത്തേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം വേഗം ഒതുവെടുത്തിട്ട് മൂത്രമൊഴിക്കാൻ കൊടുത്തിട്ട് ഓടിക്കയറും. അത് പാടില്ല. പോയി മൂത്രമൊഴിക്കുക, ജമാഅത്ത് കഴിഞ്ഞു പോയാലും പ്രശ്നമില്ല, വേറെ ഒറ്റക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ നിസ്കരിക്കാം. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടും മലാശങ്കയോടുകൂടിയും ഒരു നിസ്കാരം പാടില്ല. അത് അള്ളാഹുവിനോടുള്ള അദബ് കേടാണ്, നിസ്കാരത്തിനോടുള്ള അദബ് കേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ വിഷയം എന്താണ്? ഒരാൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ അയാൾ നിസ്കരിക്കാൻ പാടില്ല. ഒരാൾക്ക് ഉറക്കം വന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഉറക്കം വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ നഅസ അഹദുകും ഫി സ്വലാത്തി ഫൽയനം ഹത്താ യഅലമ മാ യഖൂൽ. നിങ്ങൾ ആരെങ്കിലും ഉറക്കം പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫൽയനം, അവൻ ഉറങ്ങട്ടെ.
അല്ലാണ്ട് ഉറക്കം തൂങ്ങിയിട്ടുള്ളൊരു നിസ്കാരം, ആടിപ്പോകുന്നൊരു നിസ്കാരം നമ്മൾ ഒരിക്കലും നടത്താൻ പാടില്ല. ഹത്തായ അലമമായ കോൽ, അവൻ പറയുന്നത് എന്താണ് എന്ന് അവൻ തിരിച്ചറിയുന്നത് വരെ അവൻ ഉറങ്ങിയിട്ട് അവൻ്റെ ക്ഷീണം തീരട്ടെ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഉറക്കത്തങ്ങോട്ട് നിസ്കരിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ചിലപ്പോൾ ഹിഫ്ളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ബക്കറയിൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ അമ്മയിലൊക്കെ എത്തും. അല്ലെങ്കിൽ ഖുർആൻ മൊത്തം ഒന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ മൊത്തം ഒന്ന് ചുറ്റി അടിച്ചിട്ടൊക്കെ വരും. ഞാനിത് ഇത്ര ഉറപ്പോടെ പറയുന്നത് അനുഭവം ഉള്ളതുകൊണ്ടാണ്. നമ്മളൊക്കെ പണ്ടൊക്കെ ഉറക്കത്തിൽ കുറേ പകുതി ഉറക്കത്തിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആ സമയത്ത് നമ്മൾ ബക്കറയിൽ തുടങ്ങും, മുത്തശാബിയാത്തുള്ള ആയത്തുകൾ എത്തിക്കഴിഞ്ഞാൽ എവിടെങ്കിലൊക്കെ കയറിപ്പോയി ചുറ്റി തിരിഞ്ഞ് അവസാനം ഉറക്കം ഞെട്ടുമ്പോൾ ഞാൻ എവിടെ തുടങ്ങിയത് എവിടെ എത്തിയത് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സുഖമായിട്ട് ഉറങ്ങുക. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു ഉപദേശമാണത്. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ഉന്മേഷത്തോടെ എഴുന്നേൽക്കണം, ആവേശത്തോടെ എഴുന്നേൽക്കണം. അങ്ങനെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? കൃത്യമായി നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറക്കം വരുന്നുണ്ട്, കിടന്നൊരു 5-10 മിനിറ്റ് ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റ് നിസ്കരിക്കുക. അല്ലാണ്ട് ഉറക്കം പിടിച്ചു നിന്നിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ ഉറക്കത്തെ ഫൈറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. അതിനെ ഫൈറ്റ് ചെയ്തിട്ട് ജയിച്ചിട്ടൊന്നും നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. സുഖമായി ഉറങ്ങി ക്ഷീണം മാറ്റിയിട്ട് മാത്രം നിസ്കരിക്കുക. ഇനി ഒരാൾക്ക് 24 മണിക്കൂർ, അങ്ങനെയല്ലേ ചില ആളുകൾ 24 മണിക്കൂർ ഉറക്കാണ്. ദൂരം വാങ്ങി കൊടുക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ട് നിസ്കരിക്കണ്ട, അസർ വാങ്ങി കൊടുക്കുമ്പോൾ ഉറക്കുക, അതല്ല, ആ കാര്യമല്ല പറയുന്നത്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഫുൾ ടൈം ഉറക്കാണ്. അങ്ങനെയുള്ള ആളുകൾ എക്സെപ്ഷണൽ കേസാണ്. അവർ ആടിയിട്ടാണെങ്കിലും നിസ്കരിക്കേണ്ടി വരും. അതൊരു അസുഖമാണ്, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. എത്ര ഉറങ്ങിയാലും മതിയാവാത്തൊരു അസുഖം. ആഫ്രിക്കയിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വന്നൊരു അസുഖമാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഫർദ് നിസ്കാരമൊക്കെ ചിലപ്പോൾ ആടിയിട്ടൊക്കെ നിസ്കരിക്കേണ്ടി വരും, നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഹദീസ് അല്ല ഇത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. 5ാമത്തെ കാര്യം അതാണ്. 6ാമത്തെ കാര്യം എന്താണ്? നമ്മൾ നിസ്കരിക്കുമ്പോൾ ആരെങ്കിലും ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യരുത്? നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടരുത്. നമ്മളങ്ങനെയാണ്. ചിലപ്പോൾ നാട്ടുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ദുഹൂറിൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ, ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്ന് നിസ്കരിക്കും. അപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നാട്ടിലത്തെ ആരെങ്കിലും ഗൾഫിൽ പോയതോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായതോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണം നടന്നതോ, അല്ലെങ്കിൽ വിവാഹമോചനം നടന്നതോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒളിച്ചോടിയതോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രേമം നടന്നതോ, എന്തെങ്കിലും കാര്യമായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക. ആ ചർച്ച ഇവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാലും അവരിങ്ങനെ ആ ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവൻ്റെ ചെവി ഇവിടെ ആയിരിക്കും, ഹൃദയവും ഇവിടെ ആയിരിക്കും, കണ്ണ് സുജൂദിലായിരിക്കും, വായ എന്തൊക്കെയോ പറയുന്നുണ്ടാവും. അങ്ങനെ നിസ്കരിക്കരുത്. ആരെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി ആ സംസാരം കേൾക്കുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത്. അവിടുന്ന് മാറിയിട്ട് അവരുടെ സംസാരം കേൾക്കാത്ത രൂപത്തിൽ, ആ കാര്യങ്ങൾ മനസ്സിലേക്ക് വരാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യമായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അത് അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നിസ്കാരം വരെ സ്പീഡാക്കാൻ തോന്നും. അങ്ങനെയല്ലല്ലോ, ഓനെന്താ അങ്ങനെ പറയുന്നത്, ഇങ്ങനല്ലേ, എനിക്കറിയുന്ന വിഷയമാണത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നിസ്കാരം ഒന്ന് സ്പീഡാക്കാനും നമ്മുടെ നിസ്കാരം മുഴുവൻ അലാക്കാവും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? സംസാരം നടക്കുന്നതിനിടയിൽ നമ്മൾ പോയി നമസ്കരിക്കാൻ പാടില്ല. അത് നമ്മുടെ നമസ്കാരത്തിൻ്റെ ഹുദൂറുൽ ഖൽബിനെ ബാധിക്കും, ഹൃദയത്തിൻ്റെ സാന്നിധ്യത്തെ ബാധിക്കും. 7ാമത്തെ വിഷയം എന്താണ്? ഉറക്ക ദിക്റുകൾ ചെല്ലരുത്. ഉറക്കെ അദ്കാറുകൾ, അതായത് ചില ആളുകളുണ്ട്, ആ ആളുകൾ നിസ്കരിക്കാൻ കയ്യെട്ടി കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ ദുഹൂറിനും അസറിനൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതണമല്ലോ, അയാൾ ഏത് സൂറത്ത് ഓതണ ആ സൂറത്ത് ഓതാന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഫാത്തിഹ കഴിഞ്ഞാൽ മൂപ്പര് അലംതറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീലായിരിക്കും ഓതുന്നുണ്ടാവുക. നമുക്ക് വേറൊരു സൂറത്ത് ഓതാൻ കഴിയില്ല. കാരണം മൂപ്പര് അലംതറ കൈഫ ഫഅല റബ്ബുക എന്ന് ഉറക്കം ഓതും. അതിൻ്റെ ഇടയിൽ നമ്മൾ അറൈത്തല്ലതിയൊക്കെ അദീബു ബിദ്ദീൻ ഓതാൻ തുടങ്ങിയാൽ നമ്മൾ ഫജാലഹും കാസ്ഫി മഖൂൽ പോയി അവസാനിക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത്. നമ്മൾ ആ ശബ്ദം കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, ഒരു നേട്ടമില്ല എന്നുള്ളതാണ്. ശബ്ദം ഉയർത്തിയത് കൊണ്ട് ഒരു നേട്ടമില്ല. മറ്റ് അരിയത്ത് നിൽക്കുന്ന ആളുകൾക്ക് ശല്യമാകുന്ന രൂപത്തിൽ എന്തുണ്ടാവാൻ പാടില്ല? ഉറക്ക ദിക്റുകൾ ചെല്ലരുത്. കാരണം അവരുടെ നിസ്കാരം ബുദ്ധിമുട്ടാവും, അവരുടെ നിസ്കാരം പ്രയാസത്തിലാവും. നമ്മുടെ സാധാരണ യാഥാസ്ഥികരായ ആളുകളുടെ പള്ളികളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ നിസ്കരിച്ച് കഴിയുമ്പോൾ കൂട്ടപ്രാർത്ഥന നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? മസ്ബൂക്കുകളായി നിൽക്കുന്നുണ്ടാവും. മസ്ബൂക്കുകളായി നിൽക്കുമ്പോൾ ഇവനിങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ അൽഹംദുലില്ലാഹി റബ്ബിൽ അതിൻ്റെ കൂടെ പറഞ്ഞു. ആ ഫാത്തിഹയിൽ ശ്രദ്ധ കിട്ടൂല എന്ന് മാത്രമല്ല, ആ ഫാത്തിഹയായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആ
അപ്പം ഇത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. നമ്മുടെ അദ്കാറുകൾ കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ടും എന്ത് ചെയ്യരുത്, നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രൂപത്തിൽ നമ്മുടെ നമസ്കാരത്തിൽ എന്ത് ചെയ്യണം, വളരെ പതുക്കെ സൗമ്യമായിക്കൊണ്ട് നമ്മൾ ദിക്റുകൾ ചെല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ എട്ടാമത്തെ വിഷയം നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് തർത്തീലോടുകൂടി ഓതണം. എന്താണ് തർത്തീൽ എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെയുമല്ല വളരെ സ്പീഡിലുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മിക്കവാറും ഹറമിലെ ഇമാമുകളുടെ കോത്ത് തർത്തീലാണ്. ഹറമിൽ ഒരുപാട് ഇമാമുകളുണ്ടല്ലോ. അബ്ദുറഹ്മാൻ ഷുറൈമുണ്ട്, അബ്ദുറഹ്മാൻ സുദൈസ് ഉണ്ട്, മാഹിറുൽ മുഅഖ്ഖലി ഉണ്ട്, ജുഹ്നി ഉണ്ട്, അതുപോലെ ഒരുപാട് ഇമാമുകളുണ്ട്. ഈ ഇമാമുകളുടെ എല്ലാം ഖിറാഅത്ത് തർത്തീലാണെന്ന് നമുക്ക് പറയാമെങ്കിൽ. കാരണം അധികം വേഗതയിലും ആയിരിക്കില്ല, അധികം പതുക്കെ ആയിരിക്കില്ല. അവർ ഒരു മീഡിയം വേഗതയിൽ ഇങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വരുന്ന രൂപത്തിലാണ് ഓതുക. ആ രീതിയിലാണ് ഓതേണ്ടത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ ഓരോ ആയത്തുകൾക്കുമിടയിൽ കൃത്യമായ ഗ്യാപ്പ് ഉണ്ടാവും. ഒറ്റ പോക്കല്ല പോവുക. ഇപ്പൊ രണ്ടായത്ത് ഒരുമിച്ച് ഓതാണെങ്കിൽ ആ രണ്ടായത്തിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇങ്ങനെയാണ് തർത്തീലോടുകൂടി. അത് നമ്മൾ ദുഹുർസ്കാരത്ത് നിന്ന് കഴിഞ്ഞാലും അസർസ്കാരത്ത് നിന്ന് കഴിഞ്ഞാലും ഉറക്കം ഓതണ്ടാത്ത നിസ്കാരത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ. കാരണം നമ്മുടെ ഹൃദയം കൂടി അതിൻ്റെ കൂടെ വരണ്ടേ. നമ്മുടെ നാവ് മാത്രം ചലിച്ചാൽ പോരല്ലോ, ഹൃദയം അതിൻ്റെ കൂടെ വരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഒമ്പതാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ദിക്റുകളും നമ്മൾ ഖിയാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോയി സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുമ്പോൾ സുബ്ഹാൻ റബ്ബിയൽ അദീം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം അങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വാക്കുകൾ കിടക്കും, ആ വാക്കുകളുടെ അർത്ഥങ്ങൾ കിടക്കും. സുബ്ഹാന പരിശുദ്ധനായിരിക്കുന്നു, റബ്ബി എൻ്റെ രക്ഷിതാവ്, അൽ അദീം മഹോന്നതനായ എൻ്റെ രക്ഷിതാവ് പരിശുദ്ധനായിരിക്കുന്നു. ഇതറിഞ്ഞിട്ട് ചെല്ലണമെങ്കിൽ മെല്ലെ ചെല്ലണം. ഓരോ വാക്കുകളും എടുത്ത് പുറത്തേക്ക് വരണം, ഓരോ വാക്കുകളും സെപ്പറേറ്റ് ആവണം. സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് തന്നെ കൃത്യമായും നമ്മൾ ചെല്ലേണ്ടതുണ്ട്. പത്താമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ദിക്റിലും ദുആയിലും മാത്രം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യത്തിലും, അതായത് നമ്മുടെ നഫ്സിനോട് നമ്മൾ സംസാരിക്കരുത്, നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ വിഷയം മുഴുവൻ എന്താണോ നമ്മൾ പറയുന്നത് അതിലേക്കായിരിക്കണം ശ്രദ്ധ. തശഹുദിലാണെങ്കിൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബി. ഓരോ വാക്കുകളും ശരിക്ക് റബ്ബിനോട് പറയുന്നത് പോലെ. അവസാനത്തെ പ്രാർത്ഥനയാണെങ്കിൽ, അവസാനത്തെ ദുആയാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. ഇങ്ങനെ ഓരോ വാക്കുകളും എടുത്തെടുത്ത് അള്ളാഹുവിനോട് പറയുന്നതാണെന്നുള്ള ചിന്തയോടെ ആ ദിക്റുകളിൽ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നിസ്കരിക്കാൻ. 11ാമത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സുജൂദും റുക്കുവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഞാൻ റുക്കുവാണ് ചെയ്യുന്നത്. എന്താണ് റുക്കു? അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ശിരസ് കുനിക്കുകയാണ്, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ശരീരത്തെ കുനിക്കുകയാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ശിരസ് ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹു നൽകിയ, ഒരുപാട് കഴിവുകൾ അള്ളാഹു നൽകിയ, ഈ തലച്ചോറടങ്ങുന്ന, ഈ കണ്ണുകളടങ്ങുന്ന, ഈ ചെവികളടങ്ങുന്ന, ഈ നാവടങ്ങുന്ന, ഈ മൂക്കടങ്ങുന്ന, എനിക്ക് പൂർണ്ണമായും സ്വാതന്ത്ര്യം തന്നിട്ടുള്ള എൻ്റെ ഈ തല ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്ക് ഇതാ വെക്കുകയാണ്. അള്ളാഹുവേ, ഞാൻ ഒന്നുമല്ല നിന്റെ മുന്നിൽ, ഞാൻ കേവലം അടിമ മാത്രമാണ് നാഥാ. ഞാൻ ദഈഫാണ്, ഞാൻ ദുർബലനാണ്, ഞാൻ മിസ്കീനാണ്, ഞാൻ ഫഖീറാണ്, ഞാൻ അങ്ങേയറ്റം നിന്നിലേക്ക് ആവശ്യക്കാരനാണ് നാഥാ എന്ന ചിന്തയോടെ സമർപ്പണത്തോടുകൂടി വേണം സുജൂദിൽ കിടക്കാൻ. ആ ബോധം ഉണ്ടാവണം, ഞാൻ സുജൂദിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കിടക്കാൻ. അല്ലാണ്ടൊരു യോഗ ചെയ്യുന്നത് പോലെ, എക്സസൈസ് ചെയ്യുന്നത് പോലെ കേവലം ഒരു ഗോഷ്ഠി മാത്രമായിട്ട് നമ്മുടെ നിസ്കാരം ഒരിക്കലും മാറരുത്. അത് വലിയ ദുരന്തമാണ്. നമ്മൾ ഖിയാമിൽ നിൽക്കുമ്പോൾ നമുക്ക് ബോധം വേണം, റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, തല കുനിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്.
സുജൂദിലേക്ക് നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം തല ഉയർത്താൻ മാത്രം എനിക്ക് അർഹതയില്ല, എനിക്ക് പ്രാപ്തിയില്ല. ആ ഖിയാമിൽ നിന്ന് കുറച്ചുകൂടി താഴ്മയിലേക്ക് നമ്മൾ പോവാൻ, കുറച്ചുകൂടി താഴോട്ട് നമ്മൾ പോവാൻ, റുക്കൂയിലേക്ക് നമ്മുടെ ശരീരം അള്ളാഹുവിൻ്റെ മുന്നിൽ കുനിയുകയാണ്. എന്നിട്ട് വീണ്ടും ഇത്തിദാലിലേക്ക് വന്ന് വീണ്ടും നമ്മൾ സർവ്വതും സമർപ്പിക്കാൻ, ഒരടിമയും അള്ളാഹുവും തമ്മിൽ ഏറ്റവും അടുത്തിരിക്കുന്ന അവസരമാണ് സുജൂദ്. ആ സുജൂദിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം താഴ്ന്ന രീതിയിൽ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ കിടക്കാൻ. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും പടച്ചോൻ തരും. എന്ത് ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് നൽകും എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല, ഈ 11 കാര്യങ്ങൾ, ആ 11 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? ഹുദൂറുൽ ഖൽബ് ഉണ്ടാക്കാൻ കഴിയും, ഹൃദയ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയും. എന്തൊക്കെയാണ്? ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ നിസ്കരിക്കുന്നതിൻ്റെ മുന്നിൽ ഇല്ലാതിരിക്കുക. രണ്ടാമത്തത്, വസ്ത്രം ധരിച്ചു വരുമ്പോൾ ആരാൻ്റെ നിസ്കാരത്തെ കളയുന്ന വൃത്തികേടാക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാതിരിക്കുക. മൂന്നാമത്തത്, ഭക്ഷണം തയ്യാറായി കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുക. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിസ്കാരമാണ് എൻ്റെ റിലാക്സേഷൻ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നാലാമത്തത്, മലമൂത്ര വിസർജന ശങ്കയോടുകൂടി ഒരിക്കലും നിസ്കരിക്കാൻ പാടില്ല. അഞ്ചാമത്തത്, ഉറക്കം വന്നാൽ നിസ്കരിക്കരുത്. ഉറക്കം ക്ഷീണം തീർന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിസ്കരിക്കാൻ പാടുള്ളൂ. ആറാമത്തത്, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ പോയിട്ട് പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചളയാമെന്ന് പറഞ്ഞ് നിസ്കരിക്കരുത്. ഏഴാമത്തത്, ദിക്റുകൾ ഉറക്കെ ചൊല്ലി അടുത്ത് നിസ്കരിക്കുന്നവന് ഉള്ള സ്വാതന്ത്ര്യം മുട്ടിച്ച് കളയരുത്. അവർക്കിഷ്ടമുള്ള സൂറത്ത് ഓതാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നശിപ്പിച്ച് കളയരുത്. അതുപോലെ തന്നെ ഖുർആൻ ഓതുമ്പോൾ അത് ഫാത്തിഹ ആയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതുപോലെ കൃത്യമായ ഇടവേളകളിലൂടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ വേണം ഖുർആനിലെ ഓരോ ആയത്തുകളും ഓതാൻ. ഒമ്പതാമത്തത്, ദിക്റും ദുആയും അതുപോലെ തന്നെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ മെല്ലെ ഓരോ വാക്കുകളായിട്ട് വേണം അള്ളാഹുവിനോട് പറയാൻ. പത്താമത്തത്, ദിക്റും ദുആയും ചെല്ലുന്ന സമയത്ത് അതിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കണം. നമ്മൾ കാണാണ്ട് പഠിച്ചത് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് പറഞ്ഞു പോവില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞല്ലോ, മാ മിൻ സ്വലാത്തിക ഇല്ലാ മാ അഖൽതഹ, നീ മനഃപൂർവ്വം പറഞ്ഞതല്ലാതെ മറ്റൊന്നും നിനക്കെന്തില്ല, നിന്റെ നിസ്കാരത്തിൽ നിന്ന് കിട്ടൂല എന്നുള്ളതാണ്. അതുകൊണ്ട് ദിക്റും ദുആയും മാത്രം ശ്രദ്ധിക്കുക. പത്താമത്തത്, റുകൂഉം സുജൂദും ബോധപൂർവം ചെയ്യുക. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്ക് വണങ്ങുകയാണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലേക്ക് എല്ലാം സമർപ്പിച്ച് കിടക്കുകയാണ് എന്നെല്ലാമുള്ള ബോധത്തോടുകൂടി നമ്മൾ ഫിസിക്കൽ ആക്ട് മാത്രമാവാതെ ഹൃദയം കൊണ്ടും റുക്കൂ ചെയ്യുക, ഹൃദയം കൊണ്ടും സുജൂദ് ചെയ്യുക. ഈ 11 കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഹുദൂറുൽ ഖൽബ് ഉണ്ടാക്കാൻ പറ്റും. ഹുദൂറുൽ ഖൽബ് കഴിഞ്ഞാൽ, ഹൃദയ സാന്നിധ്യം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായി ഉണ്ടാകേണ്ട വിഷയം ഏതാണ്? രണ്ടാമതായി ഉണ്ടാകേണ്ടതാണ് അൽ ഹൈബ. ഹൈബ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം ഭയത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഭയത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ്. ഈ ഹൈബ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. ആ വികാരം ഒരിക്കലും ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല. ആ വികാരം ഒരുപാട് നാളുകളുടെ പരിശ്രമത്തോടെയും ഒരുപാട് നാളുകളുടെ കഷ്ടപ്പാടിലൂടെയും മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. എന്താണ് ഹൈബ? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. നമുക്ക് അള്ളാഹിനെ പേടിയില്ലേ? എന്തിനാണ് നമുക്ക് അള്ളാഹിനെ പേടി? എങ്ങനെയാണ് നമ്മൾ അള്ളാഹിനെ ഭയപ്പെടുന്നത് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്? ആർക്കും മറുപടിയില്ലേ? എന്തിനാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്? പഠിച്ചവനെ പേടിയില്ലേ? അള്ളാഹുവിൻ്റെ ശിക്ഷ എന്താണ്? അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നുള്ളതല്ല യഥാർത്ഥത്തിലുള്ള ഉത്തരം. മൂപ്പര് പറഞ്ഞത് കൃത്യമാണ്. സാധാരണ നമ്മൾ എന്താ പറയുക? അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഭയക്കുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയട്ടെ. ഒരാൾ, നല്ല അധികാരമുള്ള ഒരാൾ, വലിയ അധികാരിയായ ഒരാൾ, അയാൾ നമ്മളിൽ നിന്നൊരു ചെറിയ അമളി പറ്റിയാൽ ക്രൂരമായി നമ്മൾ ശിക്ഷിക്കും, ഭയങ്കരമായിട്ട് ശിക്ഷിക്കും. അയാൾ നമുക്ക് പേടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ അയാൾ അടുത്ത് പോയിട്ട് കുറേ നേരം ഇരിക്കാൻ നമ്മൾ തയ്യാറാവും? കുറേ നേരം അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും? ഒരിക്കലും ഇല്ലല്ലോ. വേറൊരു ഭരണാധികാരി, വേറൊരു അതുപോലുള്ള ഒരാൾ, അയാൾ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരാളാണ്, നമുക്കൊരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്ന ആളാണ്, ഇനിയും ചെയ്യാൻ 1000 മനസ്സുള്ള ആളാണ്. അയാളുടെ അടുത്ത് പോയി ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കൂലേ?
അയാളുടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ നമുക്കൊരു പേടി ഉണ്ടാവും. കാരണം എന്താണ്? ഇയാൾക്ക് എന്നോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുമോ, ഇയാൾ എന്നെ കൈവിട്ട് കളയുമോ, അല്ലെങ്കിൽ ഇയാൾ എന്നെ വെറുക്കുമോ, ഇയാൾക്ക് എന്നോടുള്ള മുഹബത്ത് കുറഞ്ഞു പോകുമോ എന്ന പേടി ഉണ്ടാവും. ഇതാണ് പടച്ചോന്റെ അടുത്ത് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹുവിന് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ, അള്ളാഹു എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ തടഞ്ഞു കളയുമോ, അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് പടച്ചോൻ ഭയങ്കരമായി ശിക്ഷിക്കുന്ന ആളാണ്, അതിഭയാനകമായി നരകത്തിൻ്റെ ശിക്ഷ, അങ്ങനെയല്ല പടച്ചോനെ പേടിക്കേണ്ടത്. ആ രീതി ശരിയല്ല. നിങ്ങൾ അസ്മാഉൽ ഹുസ്നനെ എടുത്തു നോക്ക്. ഒരുപാട് നാമങ്ങളുണ്ട് അള്ളാഹുവിന്, 100-ലധികം നാമങ്ങൾ ഖുർആനിൽ തന്നെ അള്ളാഹുവിൻ്റെതായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ നാമങ്ങളെല്ലാം അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, അസ്സലാം, അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അൽ അസീസ്, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, അൽ ഗഫാർ, അൽ ഖഹാർ, അൽ വഹാബ്, അൽ റസാഖ്, അൽ ഫത്താഹ്, അൽ അലീം, അൽ ഖാബിദ്, അൽ ബാസിത്ത്, അൽ റാഫിഉ, അൽ മുഇസ്സ്, അൽ മുദിൽ, അൽ സമീഉ, അൽ ബസീർ, അൽ ഹകം, അൽ അദ്ൽ, അൽ ലത്തീഫ്, അൽ ഖബീർ. ഒരുപാട് നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. ഇതിലെവിടെയും എന്ത് ചെയ്തിട്ടില്ല? കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്ന് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ എവിടെയും എന്ത് ചെയ്തിട്ടില്ല? പടച്ചോൻ അത് പറഞ്ഞിട്ടില്ല. അങ്ങനൊരു വിഷയം പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ വിശദീകരിക്കും. അള്ളാഹു ആരാണെന്ന് കാണിക്കുന്നതാണ്. അള്ളാഹു നമ്മുടെ പേര് പോലെയല്ല. നമുക്ക് പല പേരുകളുണ്ടാവും. ഇപ്പം ചില ആൾക്ക് സത്താർ എന്നായിരിക്കും പേര്, മറച്ചു വെക്കുന്നവൻ. അവൻ ഭയങ്കര നമ്യമത്തുകാരനായിരിക്കും. എന്ത് കേട്ടാലും നോട്ടീസ് അടിക്കലായിരിക്കും അവൻ്റെ പണി. ചില ആളുകളുടെ പേര് തങ്കം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ തങ്കവും കോലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ചില ആളുകളുടെ പേര് കരീം എന്നായിരിക്കും. കരീം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യൻ എന്നാണ്. എന്നാൽ ആ വാക്കുമായിട്ട് അവൻ്റെ ജീവിതത്തിന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ചില ആളുകളുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും. സ്തുതിക്കപ്പെടുന്ന ആൾ എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. ഹംദിൻ്റെ ഒരു വാക്കാണത്. എന്നാൽ ശപിക്കപ്പെടുന്ന ആൾ എന്നുള്ളതായിരിക്കും അവൻ്റെ ജീവിതം കൊണ്ട് അവൻ തെളിയിച്ചിട്ടുണ്ടാവുക. മനുഷ്യന്മാരെ പോലെയില്ല. മനുഷ്യന്മാർക്ക് അവരുടെ പേരും പ്രവൃത്തിയും ജീവിതവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അവൻ്റെ പേര് അർ റഹ്മാൻ എന്ന് റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, അർ റഹീം എന്ന് റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായും അള്ളാഹുവിന് ആ ഗുണമുണ്ടായിരിക്കും. ഞാൻ ഇന്നലെ നമ്മൾ അതേ വിഷയമാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എവിടെ നമ്മൾ പറഞ്ഞിരുത്തി? റഹ്മാൻ എന്നുള്ള ആ സിഫത്തിൻ്റെ ഒരു ആഴം എത്രയാണെന്ന് വെച്ചാൽ, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലൊക്കെ അള്ളാഹുവിനെ ഇത്രമാത്രം തെറി പറയുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഓൻ ഓരോ സെക്കൻഡിലും വലിക്കുന്നത് പടച്ചോൻ കൊടുക്കുന്ന വായുവല്ലേ? ഓൻ ഉപയോഗിക്കുന്നത് അള്ളാഹു ഉണ്ടാക്കിയ സിസ്റ്റം അല്ലേ ശരീരത്തിൽ? പടച്ചോൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇതെല്ലാം നമുക്ക് എന്താ പണി? ഒരു ഉരുള ചോറ് നമ്മൾ കഴിച്ചാൽ ആ ചോറിൽ നിന്നുള്ള ഊർജ്ജം കൊണ്ടാണ് നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ കാത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ നാവ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്, നമ്മുടെ കിഡ്നി പ്രവർത്തിക്കുന്നത്, നമ്മുടെ കരൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കാലുകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ രക്തചംക്രമണം നടക്കുന്നത്, നമ്മുടെ യൂറിനേഷൻ നടക്കുന്നത്, ഡിഫേക്കേഷൻ എല്ലാം ആ ഒരു ഉരുള ചോറിൽ നിന്നാണ്. ഇതെല്ലാം വേർതിരിച്ച് ആ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയത് ആരാണ്? ഈ പണി മുഴുവൻ പടച്ചോ നമ്മളെ ഏൽപ്പിച്ച എന്താ അവസ്ഥ? ഒരു ഉരുള ചോറുന്നിട്ട് കണ്ണിനുള്ളത് നീ തന്നെ കൊടുക്കണം, കാതിനുള്ളത് 2 കണ്ണ് എന്ന് പറഞ്ഞാൽ വലിയ 2 ഫാക്ടറികളാണ്. അതിനേക്കാൾ കോംപ്ലക്സ് ആണ്. 2 ചെവികൾ എന്ന് പറഞ്ഞാൽ ഒരു 20 ഫാക്ടറികളായിട്ട് ഉപമിക്കാൻ കഴിയും. അത്ര സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് അതിൽ നടക്കുന്നത്. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം, ഒരു സെക്കൻഡ് പോലും വിടാണ്ട് ഇങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം, ഒരു സെക്കൻഡ് വിട്ടാൽ അതിൻ്റെ പേരാണ് മയോകാർഡിയോ ഇൻഫ്രാക്ഷൻ. മരിച്ചു, ആള് കഴിഞ്ഞു. ഒരു സെക്കൻഡ് പോലും നിർത്താതെ പണി മുടക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ശരീരം. പടച്ചോനുണ്ടാക്കിയ സിസ്റ്റല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്തെങ്കിലും അതിന് പൈസ കൊടുത്തിട്ടുണ്ടാ? എന്തെങ്കിലും അധ്വാനം നമ്മൾ ചെയ്തിട്ടുണ്ടാ? ഈ കാണുന്ന പടച്ചോനെ കളിയാക്കുന്ന, അള്ളാഹുവിൻ്റെ ആയത്തുകളെ ധിക്കരിക്കുന്ന, അത് പരസ്യമായി പറയുന്ന, മുഅ്മിനീങ്ങളെ പരിഹസിക്കുന്ന, ഇസ്ലാമിനെതിരെ എല്ലാ തരത്തിലുള്ള ഉപദ്രവങ്ങളും അഴിച്ചുവിടുന്ന, ഏതൊക്കെ രീതിയിൽ അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളിയാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഊർജ്ജം
ഊർജം ലഭിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. തിന്നാൻ കിട്ടുന്നതും പടച്ചോനിടുന്നത് തന്നെയാണ്, കുടിക്കാൻ കിട്ടുന്നതും പടച്ചോനിടുന്നത് തന്നെയാണ്. അർ റഹ്മാൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അൽ മുൽക്ക് എന്ന് അൽ മലിക് എന്ന് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അൽ കരീം എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് തന്നെയാണ്. അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തുകൾ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിശദീകരിച്ചു തരുന്ന കാര്യങ്ങളാണ്. അവിടെ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പടച്ചോൻ ശിക്ഷിക്കുന്ന ആളാണ് എന്ന് എവിടെയും ആ ഒരു ഇസ്മിലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് എന്താണ് ഉണ്ടാവേണ്ടത്? അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോവല്ല. ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടുക, അള്ളാഹുവിലേക്ക് അഭയം തേടുക. ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് അവങ്കൽ നിന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ നമ്മൾ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കിയിരുന്നെങ്കിൽ നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? സൂറത്തുൽ അംഫാലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം മുഅ്മിനുകൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരോട് അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അവരോട് അല്ലാഹുവിനെ കുറിച്ച് സംസാരിച്ചാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയമതാ വിറക്കാൻ തുടങ്ങുകയാണ്, അവരുടെ ഹൃദയമതാ കിടിലം കൊള്ളാൻ തുടങ്ങുകയാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ, സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാനതാ വർദ്ധിക്കുകയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്നിട്ട് അവരെന്താണ് ചെയ്യുക? ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അവർ ഓടുകയാണ്. എല്ലാ കാര്യങ്ങളും ആ റബ്ബിൽ സമർപ്പിക്കുകയാണ്, അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അല്ലാഹു റസൂലിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവർ കേൾക്കുന്ന സമയത്ത്, തറാ അയുനഹും, റസൂലേ അങ്ങയ്ക്ക് കാണാം അവരുടെ കണ്ണുകളെ, തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവരുടെ കണ്ണുനീരതാ, കണ്ണുകളതാ നിറഞ്ഞുകൊണ്ട് അവരുടെ കവിൾ തലത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. മിമ്മാ അറഫൂ മിനൽ ഹഖ്, അവർ സത്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണത്. യഖൂലൂൻ, അവർ പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫക്തുബ്നാ മഅശ് ശാഹിദീൻ, ഞങ്ങളെ സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ ചേർക്കണമേ, എഴുതി ചേർക്കണമേ റബ്ബേ എന്നവർ പ്രാർത്ഥിക്കും. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു കിടിലുണ്ടാവുക, അതിന് നമ്മൾ ബട്ടർഫ്ലൈ എന്നാണ് പറയുക. ഒരു 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 പൂമ്പാറ്റയുടെ ഫീലിംഗ് നമ്മുടെ വയറിൻ്റെ ഭാഗത്തുണ്ടാവുക. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ഈമാൻ്റെ ദർജ കൂടേണ്ടതുണ്ട്. നമ്മൾ സാധാരണ അത് ഉണ്ടാവുക ഈ കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള വധൂവരന്മാർക്കാണ്. അവർ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിയിട്ട് ആ സമയത്താണ് അവർക്കത് ഉണ്ടാവുക. ഭയം കൂടുന്ന സമയത്തും അതുണ്ടാവും. അഡ്രിനാലിൻ്റെ ലെവൽ കൂടുമ്പോൾ അതുണ്ടാവും. ഈ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആ റബ്ബിനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ട്, ആ റബ്ബിൻ്റെ തൃപ്തിയോടും പ്രീതിയോടുമുള്ള ആർത്തി കൊണ്ട് അവരുടെ ഹൃദയം കിടിലം കൊള്ളും. അവർക്ക് ആ ഫീലിംഗ് ഉണ്ടാവും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയമാണ് അതിനോട് പ്രതികരിക്കുക. സാദത്തുഹും ഈമാന, ഓരോ ആയത്ത് കേൾക്കുമ്പോഴും അവർക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും.
ഈമാൻ വർദ്ധിച്ചു വർദ്ധിച്ച് അതിന്റെ ഗ്രാഫ്, അതിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ അവരെന്താണ് ചെയ്യുക? തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അവരെല്ലാം സർവ്വതും അങ്ങോട്ട് സമർപ്പിക്കും. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ തറാ അഅ്യുനഹും, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കുമ്പോൾ കണ്ണുകൾ ഇങ്ങനെ നിറയുക, കണ്ണുനീരിങ്ങനെ ചാലിട്ട് ഇങ്ങനെ ഒഴുകുക. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് കണ്ണ് നിറയുന്നത്? മിമ്മ അറഫു മിനൽ ഹഖ്, വലിയ സത്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താണ് ആ സത്യങ്ങൾ? ഈ ഖുർആനിന്റെ ആയത്തുകൾ ആരുടെ സംസാരമാണ്? രാജാതിരാജനായ മഹോന്നതനായ ഖാലിഖുൽ മഖ്ലൂഖായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവിന്റെ വാക്കുകളാണല്ലോ ഞാൻ ഈ കേൾക്കുന്നത്. എത്ര ഘനഗംഭീരമായ വാക്കുകൾ, അർത്ഥവത്തായ വാക്കുകൾ, എത്ര വലിയ ശ്രേഷ്ഠതയുള്ള വചനങ്ങൾ എന്ന ചിന്ത അയാളുടെ കണ്ണുകളെ കരയിപ്പിക്കും. അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ടുള്ള കരച്ചിലാണത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. ഈ ഹൈബത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് അവസ്ഥകളിലൂടെ പോയിട്ടാണ് അവസാനം ഹൈബത്തിലേക്ക് എത്തുക. ഒന്നാമത്തത് ഖൗഫാണ്, പേടിയാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത്, അതിന് ഖൗഫ് എന്നാണ് പേര് പറയുക. അതുപോലെ തന്നെ രോഗത്തെ ഭയപ്പെടുന്നത് ഖൗഫ് എന്നാണ് പേര് പറയുക. യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നതിനെ ഖൗഫ് എന്നാണ് പറയുക. ഒരു പട്ടി കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനും ഖൗഫ് എന്നാണ് പറയുക. അതിനൊക്കെ ഖൗഫ് എന്ന് പറയും. ആ ഖൗഫിൽ നിന്ന് കുറച്ചുകൂടെ ഇൽമ നേടി കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഖശിയത്ത് ഉണ്ടാവും. അത് കുറച്ചും കൂടിയ ഒരവസ്ഥയാണ്. ഖശിയത്തിൽ നിന്ന് വീണ്ടും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മഹത്വം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഹൈബത്തിലേക്ക് എത്തും. ഹൈബത്ത് എന്ന് പറയുന്നത് വികാരമാണ്. ആ വികാരമാണ് നമസ്കാരത്തിൽ കൃത്യമായി നമുക്കുണ്ടാകേണ്ടത്. ആ വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രീതിയിലാണ് ഹൈബത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക? വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് പാരായണം ചെയ്തു. ആ ആയത്ത് സൂറത്ത് സുമറിലെ ആയത്താണ്. റസൂൽ പാരായണം ചെയ്തു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹുവിനെ നിങ്ങൾ ആരും കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല. والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കയ്യിൽ ഭൂമിയും ആകാശവും മുഴുവൻ ചുരുട്ടിപ്പിടിച്ച രീതിയിലായിരിക്കും ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബ് ഉണ്ടാവുക, അല്ലാഹു ഉണ്ടാവുക. എന്നിട്ട് യുമജ്ജിദു റബ്ബുനാ തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ശ്രേഷ്ഠതകൾ ഇങ്ങനെ എടുത്തു പറയുന്നതാണ്. ആകാശത്തെയും ഭൂമിയെയും മുഴുവൻ കയ്യിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ്, അനൽ ജബ്ബാർ, ഞാനാണ് രാജാധിരാജാവ്, ഞാനാണ് സ്വേച്ഛാധിപതി, ഞാനാണ് ഏറ്റവും വലിയ രാജാവ്. അനൽ മുതകബ്ബിർ, ഞാനാണ് ഏറ്റവും വലിയവൻ. അനൽ അസീസ്, ഞാനാണ് യഥാർത്ഥ പ്രതാപി. ഐനൽ മുലൂഖു ദുനിയ, എവിടെ ദുനിയാവിലുള്ള രാജാധിരാജന്മാർ, എവിടെയുള്ള പ്രമാണിമാർ, എവിടെ രാജാക്കൾ? അതിന് മറുപടി പറയാൻ ആരും ഉണ്ടാവില്ല. കാരണം എല്ലാം നശിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പ്രവൃത്തി ചെയ്യുക. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഈ ഒരു വിഷയം ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് മിമ്പർ വറക്കാൻ തുടങ്ങി. ഇത് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൊണ്ട് ആ മിമ്പർ വീണ് കളയുമോ എന്ന അവസ്ഥയിൽ ആ മിമ്പർ വറക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അജൈവമായ ജീവനില്ലാത്ത മിമ്പർ പോലും അള്ളാഹുവിന്റെ ഈ വാക്കുകൾ കേട്ട് വറക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. وَإِن مِّن شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِنْ لَا تَفْقَهُونَ تَسْبِيحَهُم. സുബ്ഹാനല്ലാഹ് പറയാത്ത, അൽഹംദുലില്ലാഹ് പറയാത്ത ഒരു വസ്തുവും ഈ ദുനിയാവിലില്ല. എല്ലാം പറയുന്നുണ്ട്. കാക്കയും പൂച്ചയും പട്ടിയും പ്രാണിയും ഉറുമ്പും മത്സ്യങ്ങളും പറവകളും ചെടികളും പുല്ലുകളും പൂവുകളും എല്ലാം, നക്ഷത്രങ്ങളും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തസ്ബീഹ് നടത്തുന്നുണ്ട്, തഹ്മീദ് നടത്തുന്നുണ്ട്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ അവയുടെ തസ്ബീഹുകളെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി
അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അവയെല്ലാം അത് ചെയ്യുന്നുണ്ട്. ഈ മിമ്പർ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കിടുകിട വിറക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها. ഓരോ കാര്യങ്ങൾ അല്ലാഹു ചോദിക്കാൻ, അഅൻതും അശദ്ദു ഖൽഖൻ, നിങ്ങളാണോ ശക്തരായ സൃഷ്ടികൾ, അമിസ്സമാ, അല്ല ആകാശമാണോ ശക്തമായ സൃഷ്ടിപ്പ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ. ആകാശത്തിന്റെ മുന്നിൽ നമ്മൾ എത്രമാത്രം നിസ്സാരന്മാരാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു MLA വരുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷനുകളാണ് എടുക്കുന്നത്? എന്തൊക്കെ സൗദിയിലൊക്കെ ഒരു അമീർ ഇങ്ങനെ പോകുന്ന സമയത്ത് എത്ര വണ്ടികളാണ് മുന്നിലും പിന്നിലായിട്ട്. എല്ലാ സിഗ്നലും പച്ചയായിട്ടുണ്ടാവും. ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടാവും. മുന്നിലും പിന്നിലായിട്ട് മുഴുവൻ സെക്യൂരിറ്റികളായിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ വല്ലാത്തൊരു പുളകാണ്, അതൊരു വല്ലാത്തൊരു രംഗാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടുത്തെ ആളുകളാണ്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി, ഈ ഇന്ത്യയിലെ പ്രധാനമന്ത്രി, ഇനി ഈ ലോകത്തിന്, ഈ വേൾഡിന് മൊത്തമായിട്ട് അങ്ങനെ ഒരു ആളുണ്ടെന്ന് വിചാരിക്കാം, അങ്ങനെ ഒരു രാജാവ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടെന്ന് വിചാരിക്കാം, ഗ്ലോബൽ പ്രസിഡന്റ് എന്നൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കാം. എന്തായിരിക്കും അയാൾക്ക് നൽകുന്ന സ്ഥാനം? എന്തായിരിക്കും അയാൾക്ക് കിട്ടുന്നൊരു സ്വീകാര്യത? എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, അയാൾക്ക് ഈ ചെറിയ ദുനിയാവിൽ, ഞാൻ ഒരുപാട് വട്ടം നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം. ഈ നമ്മൾ കാണുന്ന സൂര്യൻ ഉണ്ടല്ലോ, ഒരു 10 വലുപ്പം മാത്രമുള്ള സൂര്യൻ. വൈകുന്നേരം പയ്യാമ്പലത്ത് പോയിരുന്നാൽ ഇപ്പം ആണെങ്കിൽ ഒരു 5:50 5:55 ആകുമ്പോൾ ഒരു 10 വലുപ്പത്തിൽ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ താഴ്ന്നുണ്ടാവും സൂര്യൻ. ആ 10 വലുപ്പത്തിലുള്ള സാധനത്തിൽ 15 ലക്ഷം ഭൂമിയുള്ളൂ. എത്ര? 15 ലക്ഷം ഭൂമി ഇട്ടാലേ ആ 10 നിറയുള്ളൂ. അപ്പം അത്രയും ചെറുതാണ് ഈ ഭൂമി. ഈ ഭൂമിയിലൊരു ഗ്ലോബൽ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയെ പോലെയുള്ള 10,000 കോടിക്കണക്കിന് ഗ്രഹങ്ങളുടെ മുഴുവനും രാജാവായ, പ്രതിപക്ഷമില്ലാത്ത രാജാവായ, മറുവാക്കുകളില്ലാത്ത രാജാവായ, ഒരൊറ്റ വാക്കുകൾ മാത്രം അവസാനമായി മാറുന്ന ആ റബ്ബ്, ആ അല്ലാഹു സുബ്ഹാനല്ലാഹ്, ആ റബ്ബിന് നമ്മൾ എത്രത്തോളം മാനിക്കണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് ചോദിച്ച അതാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. നിങ്ങൾ എന്താണ് അല്ലാഹുവിന് ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തത്? അല്ലാഹുവിന് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ഗൗരവം കൽപ്പിക്കാത്തത് എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് ചോദിക്കാണ്. കാരണം അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവലം യൻദുറു ഫീ മലകൂതിസ് സമാവാതി വൽ അർദ്, അവർ കാണുന്നില്ലേ ആകാശഭൂമികളുടെ രാജാധികാരങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ? ആ രാജാധികാരം അവർക്ക് കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, ഹൈബത്തിലേക്കുള്ള യാത്രയിൽ, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നതിന്, നമസ്കാരം ആസ്വാദികരമാക്കുന്നതിനുള്ള ഹൈബത്തിലേക്കുള്ള യാത്രയുടെ ഒന്നാമത്തെ സ്റ്റെപ്പാണ്, ഒന്നാമത്തെ പടിയാണ് മഅരിഫത്തുല്ലാ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നത്. 2 സഹാബികൾ അത്താ റളിയല്ലാഹു അൻഹും ഉമൈർ റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിന്റെ മരണത്തിന് ശേഷം, പ്രവാചകന്റെ മരണത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വരികയാണ്. ആയിഷ റളിയല്ലാഹു റസൂൽ മരിച്ചു കഴിഞ്ഞിട്ട് 40 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹുവിന്റെ 18ാമത്തെ വയസ്സിലാണ് റസൂൽ മരിക്കുന്നത്. അവിടെയാണ് എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കൊണ്ട് ആയിഷ റളിയല്ലാഹുവിനെ വിവാഹം കഴിപ്പിച്ചത്? അതിന്റെ യുക്തി എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഉസ്താദയാണ്, അധ്യാപികയാണ്. പിന്നീടുള്ള കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സങ്കീർണമായ സംശയങ്ങൾക്ക്, ഫിഖ്ഹിപരമായ കോംപ്ലക്സിറ്റിയുള്ള സങ്കീർണമായ പല കാര്യങ്ങൾക്കും വിശദീകരണം തന്നത് നമ്മുടെ ഉമ്മയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊന്നും നോക്കാനില്ല. കാരണം റസൂലിൻ്റെ ഈ ദുനിയാവിൽ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഏറ്റവും പ്രവാചകന്റെ സ്നേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആയിരുന്നു. അങ്ങനെ ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് 2 സഹാബികൾ വരാൻ, അത്താ റളിയല്ലാഹു അൻഹും ഉമൈർ റളിയല്ലാഹു അൻഹും. എന്നിട്ട് അവർ ചോദിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട്, നിങ്ങൾ റസൂലിൻ്റെ കൂടെ കുറേ കൊല്ലം ജീവിച്ചല്ലോ, റസൂലിൻ്റെ ഹൃദയം നിങ്ങൾ കവർന്നെടുത്തല്ലോ, റസൂലിൻ്റെ കൂടെ ഒരുപാട് ദിനരാത്രങ്ങൾ നിങ്ങൾ കഴിച്ചുകൂട്ടി, നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നായി,
നിങ്ങൾക്ക് പ്രവാചകനിൽ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അവർക്ക് ആവേശമാണ് റസൂലിനെ കുറിച്ച് ചോദിക്കാൻ. സഹാബികൾ പലപ്പോഴും ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ടുണ്ട് റസൂലിനെ കുറിച്ച് അറിയാൻ, റസൂലിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ. അതെല്ലാം ആയിഷ റളിയല്ലാഹു പച്ചയായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, എനിക്ക് ഏറ്റവും അത്ഭുതമുണ്ടാക്കിയ ദിവസം എന്ന് പറയുന്നത്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദറൂനി യാ ആയിഷ, ആയിഷ ഇന്ന് ഞാൻ ഒറ്റയ്ക്കിരിക്കും, ഇന്ന് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, ഇന്ന് നീ എന്നെ തനിച്ചു വിടണം. എന്തിന്? എനിക്ക് ഒറ്റയ്ക്കിരിക്കണം, എനിക്ക് എൻ്റെ റബ്ബിനോട് ദുആ ചെയ്യാനുണ്ട്. ആയിഷ റളിയല്ലാഹു പറയാണ്, ആ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ തുടങ്ങി. അന്ന് ഉറങ്ങിയില്ല, നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ റസൂൽ കരയാൻ തുടങ്ങി. റസൂലിൻ്റെ 2 കവിളും നനഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലിൻ്റെ താടിരോമങ്ങൾ നനഞ്ഞു. റസൂലിൻ്റെ താടിരോമങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, താടിരോമങ്ങൾ നനഞ്ഞു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കട്ടിയുള്ള താടിയായിരുന്നു, സുന്ദരമായ, ഒരു നര പോലും വരാത്ത. പ്രവാചകൻ മരിക്കുന്ന സമയത്ത് തലക്ക് 1 or 2 നര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എണ്ണാൻ കഴിയുന്നത്ര നര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താടിക്ക് നര വന്നതായിട്ട് റിപ്പോർട്ടിൽ കാണാൻ പറ്റില്ല. കറുത്ത തിങ്ങി നിറഞ്ഞ താടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. സുന്ദരമായ രൂപമാണ് പ്രവാചകന്. ആ രൂപം ഹദീസിൽ അങ്ങനെ തന്നെ വിവരിക്കുന്നുണ്ട്. വളരെ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയിട്ടുണ്ട്, ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിരോമങ്ങൾ മുഴുവനും നനഞ്ഞു കുതിർന്നു. ആ താടിരോമങ്ങളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒറ്റുറ്റായി വീഴാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അവസാനം റസൂല് നിന്ന ഭാഗത്തുള്ള മണ്ണ് നനയാൻ തുടങ്ങി. ഇത് എവിടുന്നാണ് നിസ്കരിക്കുന്നത്? വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. റസൂലിൻ്റെ വീട്ടിൻ്റെ നിലത്ത് എന്താണ്? മണ്ണാണ്. മണ്ണിൽ പായ വിരിച്ചിട്ടാണ് റസൂലും ഭാര്യമാരൊക്കെ കിടന്നുറങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ആ മണ്ണ് നനയാൻ തുടങ്ങി, മണ്ണിങ്ങനെ നനഞ്ഞ് കുതിരാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു പോയി കിടന്നു. കരച്ചിലിൻ്റെ കാഠിന്യം കുറേ നേരം അത്ഭുതത്തോട് നോക്കി നിന്നിട്ട് ആയിഷ റളിയല്ലാഹു പോയി കിടന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്തു. എന്ത് ബാങ്ക്? സുബൈ ബാങ്ക്. രാത്രി തൊട്ട് നേരം വെളുക്കുന്നത് ഒരേ കരച്ചിലാണ്. കരഞ്ഞ് അവസാനം ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിനെ വിളിക്കാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഭാഗങ്ങൾ മുഴുവൻ ഇങ്ങനെ നനഞ്ഞ് കുതിർന്ന് കിടക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം വേദനിച്ചു, പ്രയാസപ്പെട്ടു. സങ്കടത്തോടെ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അങ്ങയ്ക്ക് മുൻപും പിൻപുമുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ട ബിലാലെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് നസലത് അലയ്യ ലൈല ആയ, ഇന്ന് രാത്രി എനിക്കൊരായത്തിറങ്ങി. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, ആര് ആ ആയത്ത് ഓതുന്നുവോ എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നുവോ അവന് നാശം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, അത് ഓതിയിട്ട് അത് ചിന്തിക്കാത്ത ആളുകൾക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആല ഇമ്രാനിലെ അവസാന ഭാഗത്തെ ആയത്താണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിൻ്റെയും മാറി മാറിയുള്ള വരവിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നമ്മുടെ ഇമാം ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഫസ്റ്റ് റക്അത്തിൽ ഒരു ആയത്താണ്. ആകസ്മികമായിട്ട് അങ്ങനെ ഒരു സംഭവം കൂടി കിട്ടി. ഇനി ഈ വിഷയം ഇങ്ങനെ നോക്കിയിട്ട് വരുന്ന സമയത്ത് ഈ ആയത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഇമാം ഇന്ന് മഗ്‌രിബ് നിസ്കാരത്തിൽ ഫസ്റ്റ് ഓതിയതും ആ ആയത്താണ്. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് എന്തുകൊണ്ടാണ് ഈ ആയത്ത് ഇത്രമാത്രം പ്രധാനമായത്? അതിനുശേഷമുള്ള വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആ ബുദ്ധിമാന്മാരുടെ അടയാളം എന്താണ്? യദ്കുറൂനല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്.
നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും. വയതഫക്കറൂന, അവർ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും അതിൻ്റെ അത്ഭുതത്തെക്കുറിച്ചും അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചുമെല്ലാം ചിന്തിക്കുന്നവരാണ്. എന്നിട്ട് അവസാനം റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഈ സങ്കീർണമായ, ഈ പെർഫെക്റ്റായ, എല്ലാം തികഞ്ഞ അത്ഭുതാവഹമായ ഈ സൃഷ്ടിപ്പിന്റെ മുന്നിൽ നിനക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് റബ്ബേ, നിനക്ക് കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് നാഥാ. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ, നിന്റെ ലക്ഷ്യ മഹാത്മ്യത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല നാഥാ. ഞങ്ങൾക്കൊന്നേ ഉണ്ടുള്ളൂ. ഫഖിനാ അദാബന്നാർ, ആ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റബ്ബേ. ഈ ആയത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചിന്തിക്കാൻ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ മഹാത്മ്യങ്ങളെ കുറിച്ചാണ്. ആ മഹാത്മ്യം അറിയണമെങ്കിൽ കിതാബും പഠിക്കണം, ഗോളശാസ്ത്രവും പഠിക്കണം, ശാസ്ത്രവും പഠിക്കണം, ഭൗതിക വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് ആളുണ്ട്, MBBS പോയ ആളുകളെ ഇങ്ങോട്ട് വിളിക്കുക, ബിടെക് പഠിക്കുന്ന ആളുകളെ ഇങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് അവരോട് പറയാം അതൊന്നും പഠിക്കേണ്ട, കിതാബും ഖുറാനും പഠിച്ചാൽ മതി. അങ്ങനെ ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. അത് പൂർണ്ണമായും തെറ്റായ ഒരു നിലപാടാണ്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് ആ ഒരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. ആ ആളുകൾ അധികം വൈകാതെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്കൊക്കെ എത്തും. അങ്ങനെ എത്തുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതൊരിക്കലും ഇസ്ലാമുമായി ബന്ധമില്ലാത്ത നിലപാടാണ്. ഇസ്ലാമിന്റെ മുൻഗാമികളായ ആളുകൾ, സച്ചരിതരായ മനുഷ്യർ ഭൗതിക വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. കാരണം ആ ഭൗതിക വിദ്യാഭ്യാസം അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. കോളശാസ്ത്രം അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ഗൈനക്കോളജിയും എംബ്രിയോളജിയും അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. മനുഷ്യ ശരീരത്തിന്റെ അനാട്ടമി അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. സുവോളജി അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ഈ വഴികളെല്ലാം അടച്ചിട്ടിട്ട് കേവലം കിതാബും ഖുർആനും മാത്രം പഠിക്കാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അത് തുടങ്ങുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൂടെയാണ്. പടച്ചവനെ നേരിട്ട് കാണാൻ നമുക്ക് പറ്റൂലല്ലോ. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലൂടെ മാത്രമേ അവനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിവരങ്ങൾ നേടി അറിവുള്ളവരായി, വിവരമുള്ളവരായി, ചിന്തിക്കുന്നവരായി, കാണുന്നവരായി, കേൾക്കുന്നവരായി അള്ളാഹുവിലേക്ക് എത്താൻ, അവനെക്കുറിച്ച് ചിന്തിക്കാൻ, അവനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിലൂടെ ഹൈബത്തിലേക്ക് എത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഹൈബത്തിലേക്ക് എത്തേണ്ട ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ നമുക്ക് പറയാനും കേൾക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഉണ്ടാവില്ല, ഒന്നര ആഴ്ച വിട്ടിട്ടേ ഉണ്ടാവുള്ളൂ ഇൻഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.